ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വാൾമാർട്ടിൽ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണം, പിന്നെ ഫ്രോസൺ വെജിറ്റബിൾസ് ഉണ്ട്, അത് മേടിക്കണം. അതാണ് ഈ ഫ്രീസറിൽ വെച്ചിരുന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. ഇതൊക്കെ കണ്ടോ, ഇത് ഇങ്ങനെ സാലഡ് സാധനങ്ങളെല്ലാം വേറെ വേറെ പാക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇത് മിക്സ് ചെയ്താൽ മതി. സമയമില്ലാത്തവർക്ക്, ജോലിക്ക് പോണവർക്കൊക്കെ നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് ഉണ്ട്, പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്, എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സാലഡാണിത്. രണ്ട് പാക്കറ്റ് ഇട്ടേക്കാല്ലേ. ബ്രോക്കൺ ബ്രോക്കളി, പിന്നെ കോളിഫ്ലവർ ഇടണ്ടോ? ഇത് വലിയ പാക്കറ്റ് ഉണ്ട് വേണമെങ്കിൽ. ഇതിൻ്റെ അകത്ത് പെപ്പർ, ഒണിയൻ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇട്ടിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നല്ലതാണ്. ഇത് മതിയില്ല. ഇത് നോക്കി, ഇത് ജൈന്റ് സ്ട്രോബെറി കേട്ടോ. എന്ത് വേറെ വെറൈറ്റിയാ. സ്ട്രോബെറിയുടെ വലിപ്പം കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത ഇത് USA തന്നെ ഉണ്ടാക്കണേ. കണ്ടാൽ പ്ലാസ്റ്റിക്കാന്ന് വിചാരിക്കും. ഇതാണ് അല്ല മല്ലിയല. ക്യാബേജ് എടുത്ത് വളർത്താന്നല്ല. ക്യാരറ്റിലെ വലിയ പാക്കറ്റാണ്. ക്യാരറ്റ് ലൂസ് വേണം. ഇഞ്ചിയൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിലെ ഇഞ്ചി തന്നെയാ, ഓർഗാനിക്കാ. ഇത് ലോക്കൽ ഓർഗാനിക് ഫാമിംഗ് കൊണ്ടുവരുന്ന വെജിറ്റബിൾസ് ആണ്. കപ്പങ്ങ ഇരിക്കണോ, ഇഷ്ടം പോലെ കപ്പങ്ങ. നല്ല കപ്പങ്ങ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയെ കാണിക്കാൻ പോണേ. അത് ഈ ഫ്രോസൺ വെജിറ്റബിൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യം തന്നെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിലാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് വഴറ്റിയെടുക്കണം. ഇത് ഫ്രോസൺ സ്പിനച്ചാണ് ഞാൻ ഇടുന്നത്.
ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ ഫ്രോസൺ ബ്രോക്കലി ഇടണം. ഇനി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഇടണം. അത് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. മല്ലിയില ഉണ്ടെങ്കിൽ അതും കുറച്ചിടാം, നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, പിന്നെ പെപ്പർ പൗഡർ, ഒണിയൻ പൗഡർ അതെല്ലാം ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വിനീഗറും കൂടി ഒഴിക്കുക. അതും ചെയ്ത പിന്നെ ഒരു മസാലയ്ക്ക് വേണ്ടി ഒരു ഗരം മസാല പൗഡറും കൂടി ഇടണം. അത്രയേ ഉള്ളൂ. പിന്നെ മുട്ടയിട്ട് നമ്മളിത് ചിക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ വെജിറ്റബിൾസും ഉള്ളതുകൊണ്ട് അതിലെ എല്ലാ വൈറ്റമിൻസും ഉണ്ട്, മിനറൽസും ഉണ്ട്. പിന്നെ കാർബൊക്കെ വളരെ കുറവാണ്. അപ്പം ഇത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ മോനാണ് ഉണ്ടാക്കുന്നത്, ഞാനിത് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളൂ. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടെ ഇട്ട് കഴിയുമ്പം ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വയറ് നിറഞ്ഞു, വേറെ നമ്മൾ കാർബ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ, നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. അതന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രോട്ടീനും ഫൈബറും പിന്നെ